വെൽക്കം ടു സാലം ലേണിംഗ് അനിറ്റ മിസ് ആണ്. സോ നമ്മളെല്ലാവരും ഇത് അടിപൊളിയായിട്ട് നമ്മുടെ 2ാം ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക്സ് കഴിയാനായിട്ട് ഇനി കുറച്ച് കാലം കൂടി ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്, അതിൻ്റെ കൂടെ ആനുവൽ എക്സാം ഉണ്ട്. എല്ലാം നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നല്ല മാർക്ക് നേടാനുള്ളതാണ്. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട് നിർമ്മാണങ്ങളെ പറ്റിയും അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തെല്ലാം തൊഴിലുകളുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വളരെ മനോഹരമായിട്ട് നമ്മളൊരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ചുറ്റുപാടും ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ വീട് തന്നെ എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മുടെ വീടൊക്കെ വാർക്ക വീടായിരിക്കും, ചിലപ്പോൾ ഓടിട്ട വീടായിരിക്കും. പിന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മളിങ്ങനെ ഓലമേഞ്ഞ വീട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള വീടുകൾ കാണാനുണ്ട്. അങ്ങനെ ധാരാളം വിവിധ തരത്തിലുള്ള വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ചിത്രമൊക്കെ നോക്കിയിട്ട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തൊഴിലുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മിസ് എന്താണെങ്കിലും ഉത്തരം പറഞ്ഞു തരാം, എങ്കിലും മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പല തൊഴിലുകൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തെല്ലാം ജോലികളുണ്ട് ഒന്ന് നോക്കിക്കേ. എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കൽപ്പണി, പിന്നെ വാർപ്പ് പണി, വയറിങ്, മരപ്പണി, പിന്നെ നമ്മുടെ പ്ലംബിങ്, പെയിന്റിങ്, ഇവയൊക്കെ നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തൊഴിലുകളാണ്. ഇനി അടുത്തത്, ഈ വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നും കൂടി മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് ഘട്ടങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാലേ, വീടെന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടായി വരുന്നതാണോ? അല്ല, പല 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 ഘട്ടങ്ങളിലൂടെയാണ് വീട് നിർമ്മാണം വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള ഘട്ടങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തറ കെട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു തറയൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ടയൊക്കെ ഉപയോഗിച്ച് നമ്മളെ വീടിൻ്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വാർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ പണിയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വയറിങ് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്ലംബിങ് കംപ്ലീറ്റ് ചെയ്യണം, പെയിന്റിങ് അടിക്കണം. അപ്പൊ അങ്ങനെ വിവിധ ഘട്ടങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ കുറച്ച് ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ചുമര് കെട്ടണം, പിന്നെ മേൽക്കൂര വാർക്കണം, ചെത്തി തേക്കണം, തറ മിനുക്കണം, പെയിന്റ് അടിക്കണം. ഇവയൊക്കെയാണ് നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് ചെയ്തു പഠിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാ ലൈവുകളും കണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ മിസ് ചെയ്താൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ് 2 യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.